നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഓൺലൈൻ PSC പരിശീലനത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിവിസിബിലിറ്റി റൂൾസ് അല്ലെങ്കിൽ നിശേഷ ഹരണത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിശേഷ ഹരണം എങ്ങനെ ചെക്ക് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഓരോന്നിനും നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എന്നാൽ ഈ ക്ലാസ്സിൽ നമുക്ക് അതിനുള്ള ആപ്ലിക്കേഷനിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റൂളുകൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതായത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് മാതൃകയിലാണ് നമുക്ക് ഈ ക്ലാസ്സിലെ ചോദ്യങ്ങൾ വരിക. ഒന്നാമത്തെ മാതൃക, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ ഹരിക്കാൻ പറ്റാത്ത സംഖ്യ ഏതാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി എക്സാക്ട്ലി ഡിവൈഡഡ് അല്ലെങ്കിൽ കനോട്ട് ബി എന്നുള്ള രീതിയിലുള്ള ചോദ്യം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ നിശേഷഹരണത്തിലെ എൻട്രി ലെവൽ ചോദ്യങ്ങൾ. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾസ് മാത്രം അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്ന ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? 4 സംഖ്യകൾ ഓപ്ഷനിലുണ്ട്. 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് ഏതാണെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. 3187, 6218, 4125, 1819. അപ്പോൾ 3ൻ്റെ നിശേഷഹരണം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ്. 3ൻ്റെ നിശേഷഹരണം എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക? അക്കങ്ങളുടെ തുകയെടുക്കണം. അക്കങ്ങളുടെ തുകയെടുത്താൽ അത് 3ൻ്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് 3ൻ്റെ ഗുണിതമായിട്ട് കിട്ടുള്ളൂ. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. 1819 നാലാമത്തെ ഓപ്ഷനിൽ 1819 നോക്കിയാൽ 1819 കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19 തുക. ഇനി രണ്ടാമത്തേത് 4125 കൂട്ടി നോക്കുമ്പോൾ 12 തുക ലഭിക്കുന്നു. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. കാരണം എന്താണ്? 3ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം 4125 ആണ്. പിന്നെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള 2 ഓപ്ഷൻസും കൂടി ഒന്ന് ചെയ്തു നോക്കാം. 6218 അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ കിട്ടുന്ന തുക 17. 3187 അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന തുക 19 ആണ്. അപ്പോൾ ഇതിൽ മാച്ചിങ് ആയിട്ട് വരുന്നത് 3ൻ്റെ ഒരു ഗുണിതമായിട്ട് കിട്ടുന്നത് 12 എന്ന ഈ ഓപ്ഷൻ സിയിലെ അക്കങ്ങളുടെ തുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം 4125. ഇത്തരം ചോദ്യങ്ങളിൽ നമുക്ക് ഇതിനൊരു ആധികാരികമായ ഒരു അറിവല്ല ഞാൻ പറയുന്നത്. നമുക്ക് പ്രാക്ടിക്കലി പലപ്പോഴും ഉപകരിക്കാവുന്ന ഒരു കാര്യം ഞാൻ പറയാം, ഒരു ടിപ്പ് പറയാം. അതായത് നമുക്ക് ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ശരിയല്ലേ? മാത്സിൽ നമ്മൾ എല്ലാ ചോദ്യങ്ങളും അങ്ങനെയല്ല. മാത്സിലെ ചില ചോദ്യങ്ങളിൽ മാത്രം നമ്മൾ ഓപ്ഷൻ ഉപയോഗിച്ചായിരിക്കും ആൻസർ ചെയ്യുക. മറ്റ് ചോദ്യങ്ങളിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ച ശേഷമായിരിക്കും ഓപ്ഷനിലേക്ക് പോവുക. പക്ഷേ ഇവിടെ അങ്ങനല്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളെപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോസിബിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നിങ്ങൾ ഓപ്ഷൻ ഡിയിൽ നിന്ന് മാത്രമേ ചെക്ക് ചെയ്ത് നോക്കാവൂ. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ABCD എന്ന 4 ഓപ്ഷൻസിൽ ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുക. അതായത് ഇതാണോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്തുന്ന ചോദ്യങ്ങളിൽ എപ്പോഴും നമുക്ക് ബുദ്ധിപരമായ ഒരു നീക്കമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയിൽ നിന്ന് ആൻസർ ചെയ്യുന്നതായിരിക്കും. കാരണം എപ്പോഴും നോക്കിയാൽ മനസ്സിലാവും C അല്ലെങ്കിൽ D ആണ് നമുക്ക് ആൻസറായിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണം. ഓപ്ഷൻ എയിൽ കൊണ്ട് ആൻസർ ഇടാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ ഓപ്ഷൻ എ മാത്രമേ ചെക്ക് ചെയ്യൂ. അടുത്ത 3 ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് 4 ഓപ്ഷൻസിൽ അവസാനത്തെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഇത്തരം ചോദ്യങ്ങളിൽ എപ്പോഴും എളുപ്പം. പിന്നെ ഒരു പരീക്ഷാ ഹോളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഓപ്ഷൻ സിയിൽ നമുക്ക് 12 എന്ന ഉത്തരം കിട്ടി, നമുക്ക് 4125 3ൻ്റെ ഗുണിതമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിയും എയും ചെക്ക് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കിനെ പറ്റി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും പിന്നെ ബാക്കി 2 ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ശരി ഉത്തരമാണ് എന്ന് അസ്യൂം ചെയ്യുന്നു, നമ്മൾ ആൻസർ ചെയ്ത് പോകുന്നു. പിന്നെ മറ്റ് 2 ഓപ്ഷൻസിന് പ്രസക്തിയില്ല. ചിലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അതായത് പെർഫെക്ഷനിസം എന്ന് പറയും. നമുക്കിപ്പോൾ ഒരു കാര്യം പൂർത്തിയാക്കി അത് പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്.
അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക. നമുക്കിവിടെ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഈ 4 ഓപ്ഷനും ചെക്ക് ചെയ്തിട്ട് സി ആൻസർ ചെയ്യുന്നവർക്കും ഡിയും സിയും മാത്രം ചെക്ക് ചെയ്ത് സി ആൻസർ ചെയ്യുന്നവർക്കും കിട്ടുന്നത് 1 മാർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ എയും ബിയും ഇത്തരം ചോദ്യങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ കിടക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ചിരിക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത സംഖ്യ ഏത്? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോഴും നമുക്ക് ഓപ്ഷൻ ഡിയിൽ നിന്ന് ആൻസർ ചെയ്ത് തുടങ്ങാം. 4 3 7, 7 2 9 5 14. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. കാരണം 14 3ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചോദ്യത്തിലെ ഉത്തരം 4ാമത്തെ ഓപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്കൊരു ഇതൊന്ന് എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ സിയിലാണെങ്കിൽ 1 1 2 0 2. ആകെ തുക വരുന്നത് എത്രയാണ്? 6 അത് 3ൻ്റെ ഗുണിതമാണ്. 1 7 4 1 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ തുകയായിട്ട് കിട്ടുന്നത് എത്രയാണ്? 18 അതും 3ൻ്റെ ഗുണിതമാണ്. 6 0 2 1 9 അവിടെയും നമുക്ക് തുക 18 തന്നെ വരുന്നു, അതും 3ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 3ൻ്റെ ഗുണിതമല്ലാത്തത് ഈ കൂട്ടത്തിലേതാണ്? ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന സംഖ്യയായ 43,025. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? 4 ഓപ്ഷൻസിൽ 4ൻ്റെ ഗുണിതമായ അല്ലെങ്കിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയുണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ചോദ്യം 2 ഭാഷയിൽ ചോദിക്കാം. ഞാൻ വായിക്കുന്ന 2 ഭാഷയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒന്ന്, ഇവിടെ തന്നിരിക്കുന്ന അതേ രീതിയിൽ വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഇതേ അർത്ഥം ഒരു മാറ്റവുമില്ലാതെ നമുക്ക് മറ്റൊരു ഭാഷയിലും നമുക്ക് ചോദിക്കാം. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 4ൻ്റെ ഗുണിതം ഏത്? ഈ 2 ചോദ്യങ്ങളും തമ്മിൽ ഭാഷയിലല്ലാതെ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പം നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്ന് പറയുന്നതും ഗുണിതം എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്. കാരണം എക്സിനെ വൈ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിനർത്ഥം എന്താണ്? എക്സ് വൈയുടെ ഗുണിതമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു ഭാഷയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ 2 രീതിയിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ 2ൻ്റെയും അർത്ഥം സെയിം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. 4 കൊണ്ടുള്ള നിശേഷഹരണം നമ്മൾ ഏത് ഭാഗമാണ് നോക്കേണ്ടത്? 6188. നമുക്ക് നോക്കേണ്ട ഭാഗം 88. 3734 34, 9906 06, 2446 46. അപ്പോൾ ഇതിൽ 4ൻ്റെ ഗുണിതമായി വരുന്ന ഒരു സംഖ്യയുണ്ട്. ഏതാണ്? എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതാണ്? 88. ഈ കൂട്ടത്തിൽ 88 4ൻ്റെ ഗുണിതമായിട്ട് വരുന്ന സംഖ്യ. അതുകൊണ്ട് തന്നെ ഉത്തരവ് 6188. അടുത്തത്, 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? ഒരു 8ൻ്റെ ഗുണിതം ഈ ഓപ്ഷൻസിലുണ്ട്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. 8ന് വരുമ്പോൾ എങ്ങനെയാണ്? 4ന് 2 അക്കങ്ങളാണെങ്കിൽ 8ന് 3 അക്കങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? അപ്പോൾ 3 അക്കങ്ങൾ മാത്രം ഒന്ന് എടുത്തു നോക്കാം. 3 അക്കങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് 3 സംഖ്യകൾ കിട്ടും. ഏതൊക്കെയാണ്? 348 074 258 464. അപ്പോൾ അതിൽ ഒരു 8ൻ്റെ ഗുണിതമുണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 348 വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ 8ൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ അതിന് കൂടി ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് നല്ലത്. കാരണം 2 അക്കം പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല 3 അക്കം. കാരണം സംഖ്യ കുറച്ചുകൂടി വലുതായി. ഇപ്പോൾ 348നെ നമ്മൾ ചെയ്യേണ്ടത് അതിനെ 2 ഭാഗങ്ങളാക്കി ചിന്തിക്കുക. അതായത് 320 + 28. നമ്മൾ നേരത്തെ 8ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ പറഞ്ഞപ്പോഴത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് 348. 34ൻ്റെ താഴെയുള്ള 32 8ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 320 പോയി. 320ന് ശേഷം ഇനി എത്ര മിച്ചമുണ്ട്? 28. അതാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ട രീതി. അപ്പോൾ 28 8ൻ്റെ ഗുണിതമല്ല. അടുത്ത് നോക്കുന്നു, 374 അല്ലെങ്കിൽ 074 നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലേ? 74ന് താഴെ ഒരു 72 ഉണ്ട്. 72 8ൻ്റെ ഗുണിതമല്ല. 72 8ൻ്റെ ഗുണിതമാണ്, എന്നാൽ ബാക്കി കൂട്ടുന്ന 2 8ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ഈ സംഖ്യയും 8ൻ്റെ ഗുണിതമല്ല. അടുത്തത് 38,258. 258
25 താഴെ ഒരു 24 ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 240. 240നോട് എത്ര കൂട്ടണം? 18 കൂട്ടുന്നത് 258 കിട്ടാൻ. നമ്മൾ എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും? 18 മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും. 18 തീർച്ചയായും 8ൻ്റെ ഗുണിതമല്ല. അടുത്ത് നോക്കാം 464. 46 താഴെ നമുക്ക് പരിചയമുള്ള 8ൻ്റെ ഗുണിതം ഏതാണ്? 40 തന്നെ. അപ്പോൾ 40 ഗുണിതമായതുകൊണ്ട് 400 8ൻ്റെ ഗുണിതമാണെന്ന് മനസ്സിലാക്കാം. 400നോട് എത്ര കൂട്ടുന്നുണ്ട്? 64. അപ്പം 400 + 64 64 ഒരു 8ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡിയിൽ കാണുന്ന 52,464. 6ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ കണ്ടുപിടിക്കുക. 6ൻ്റെ ഗുണിതം അല്ലാത്ത സംഖ്യ. ഓക്കെ, അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡിയിലേക്ക് നോക്കാം. 8 8 0 8. 6ൻ്റെ ഗുണിതം എങ്ങനെ ചെക്ക് ചെയ്യണം? ആദ്യം നമ്മൾ ഇരട്ടസംഖ്യയാണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ 3ൻ്റെ ഗുണിതം ഉറപ്പുവരുത്തണം. അല്ലേ? ഇരട്ടസംഖ്യ ആണോ എന്ന് നോക്കുക, 3ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കുക. ഇരട്ടസംഖ്യ നമുക്ക് ഒറ്റയടിക്ക് നോക്കാം. അല്ലേ? 4 ഓപ്ഷൻ നോക്കൂ. 4 ഓപ്ഷനിലും ഇരട്ടസംഖ്യകളാണ്. അപ്പോൾ 4ഉം 2ൻ്റെ ഗുണിതമാണ്. 2ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് മാത്രം മതി? 3ൻ്റെ ഗുണിതം അല്ലാത്തത് ഏതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. നമുക്ക് നോക്കാം. 3ൻ്റെ ഗുണിതത്തിന് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അക്കങ്ങളുടെ തുക എടുക്കുക. 8 8 8 0 കൂട്ടുമ്പോഴത്തേക്ക് 24 3ൻ്റെ ഗുണിതമാണ്. 5 2 0 6 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 13 ഒരിക്കലും 3ൻ്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഉത്തരം ഏതാണ് ഇവിടെ? 6ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഓപ്ഷൻ സിയിലുള്ള 5206 പിന്നെ നമുക്ക് ബാക്കി 2 ഓപ്ഷൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9 2 1 0 9 2 1 0 കൂട്ടുമ്പോഴത്തേക്ക് 12 കിട്ടുന്നു. 12 ഗുണിതമാണ്. 1944 കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നത് 18 വീണ്ടും 3ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 5206 മാത്രമാണ് 6ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ. അടുത്ത ചോദ്യം, 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? 9 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ അക്കങ്ങളുടെ തുക മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും. അല്ലേ? അക്കങ്ങളുടെ തുക എടുക്കുക, അത് 9ൻ്റെ ഗുണിതമാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഖ്യ മാത്രമേ ഈ ഓപ്ഷനിലുള്ളൂ. ആ സംഖ്യ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓപ്ഷൻ ഡിയിൽ നിന്ന് നോക്കുന്നു. 4 + 6 10 1 2 ആകെ എത്രയായി? 13 9ൻ്റെ ഗുണിതമല്ല. 3 7 6 2 നമുക്ക് കിട്ടുന്നത് 18 9ൻ്റെ ഗുണിതമായ സംഖ്യയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇനി മറ്റ് 2 ഓപ്ഷൻസ് കൂടി നോക്കുന്നു. 6 8 2 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 20 9ൻ്റെ ഗുണിതമല്ല. ഓപ്ഷൻ എയിൽ 5 8 7 9 4 അക്കങ്ങൾ കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 29 തുക. 29 9ൻ്റെ ഗുണിതമല്ല. ഇപ്പോൾ സംഖ്യയും 9ൻ്റെ ഗുണിതമല്ല. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നമുക്ക് 9ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ സിയിൽ വരുന്ന 3762 ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റാത്ത സംഖ്യ ഏത്? 8ൻ്റെ ഗുണിതമല്ലാത്ത ഒരു സംഖ്യ ഈ പറയുന്ന ഓപ്ഷൻസിലുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ 8ൻ്റെ ഗുണിതം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അക്കം നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇതെല്ലാം 4 അക്ക സംഖ്യകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ അക്കം നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല. ബാക്കിയുള്ള സംഖ്യകൾ മാത്രം ഒന്ന് കണക്കിലെടുത്ത് പോകാം. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു സംഖ്യ എടുത്ത് എക്സ്ട്രാ വരുന്നത് എത്രയാണ് എന്നുള്ള ക്രമത്തിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹരിക്കാൻ പറ്റാത്ത ഒരു സംഖ്യയുണ്ട്. ഈ 760നെ ചിന്തിക്കാൻ എളുപ്പമാണ്. 76 താഴെ വരുന്ന 8ൻ്റെ ഗുണിതം ഓർത്തിരിക്കണേ. 76 താഴെ വരുന്നത് 72. അപ്പോൾ 720. അഡീഷണൽ വരുന്നത് എത്രയാണ്? 40. തീർച്ചയായും അത് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. 1928 അവിടെ വരുന്നത് ശ്രദ്ധിക്കുക. 1928 എന്ന് പറയുമ്പോൾ 928 നോക്കുന്നു. 928 92 താഴെ വരുന്ന 8ൻ്റെ ഒരു ഗുണിതമുണ്ട്. ഏതാണ്? 88. അപ്പോൾ ആ 88നെ നമ്മൾ ഒരു 0 കൂടെ ചേർത്ത് 880 ആക്കി. 880 കഴിഞ്ഞാൽ എത്ര മിച്ചമുണ്ട്? 48 മിച്ചമുണ്ട്. 48 വീണ്ടും 8ൻ്റെ ഗുണിതമാണ്. ഇനി 4024 കുറച്ചുകൂടി ചിന്തിക്കാൻ എളുപ്പമാണ്. കാരണം ഈ 4024 എന്ന് പറയുമ്പോൾ നമ്മൾ 40 മാത്രം നോക്കിയാൽ മതി. 40 എന്ന് പറഞ്ഞാൽ 4000 അല്ലേ?
4000 തീർച്ചയായും 8ൻ്റെ ഗുണിതമാണ്. പിന്നെ പോയിട്ട് നമ്മൾ ഈ പറയുന്ന 24 മാത്രമാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ 4000 പോയി കഴിഞ്ഞാൽ സംഖ്യയിൽ ബാക്കി 24 ഉണ്ട്, അതും തീർച്ചയായും 8ൻ്റെ ഗുണിതമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അത് അവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എ ആണ് ആൻസർ എന്ന് മനസ്സിലായി. പിന്നെ നമുക്കൊരു പേരിന് അതൊന്ന് വെരിഫൈ ചെയ്യാം. 7602 അല്ലേ? 602. 602 നോക്കാം, 60-ന് താഴെ ഒരു 56 ഉണ്ട്. 60-ന് താഴെ 56, അതിനെ ഒന്ന് 0 ചേർത്ത് 560 എന്ന് എഴുതുന്നു. അപ്പോൾ 560 കഴിഞ്ഞാൽ 602ലേക്ക് ഇനി ഒരു 42 കൂട്ടണം. ഈ കൂട്ടിയിരിക്കുന്ന 42 8ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 7602. അടുത്ത ചോദ്യം 11ൻ്റെ നിശേഷകരണത്തെ പറ്റിയാണ്. ഇവയിൽ 11ൻ്റെ ഗുണിതമായ സംഖ്യ ഏത്? 11ൻ്റെ ഗുണിതമായ ഒരു സംഖ്യയുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം 5 അക്കങ്ങളുള്ള സംഖ്യകളാണ്. അപ്പോൾ 11ൻ്റെ നിശേഷഹരണം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 11ൻ്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആ രീതിയിൽ വരുന്നത് ഏതാണ് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 38402 ഒന്നിടവിട്ട അക്കങ്ങൾ എടുക്കാം. ശ്രദ്ധിക്കുക, 3 4 2 അല്ലേ? ഒന്നിടവിട്ട അക്കങ്ങൾ ഒരു എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. 3 4 2 ഒന്ന് കൂട്ടി നോക്കി, എത്രയാണ് കിട്ടുക? 3 4 2 കൂട്ടിയാൽ കിട്ടുന്നത് 9 ആണ്. ബാക്കിയുള്ളത് 8ഉം 0ഉമാണ്. അതിൻ്റെ തുക 8 ആണ്. അപ്പോൾ 9 മൈനസ് 8 1. നമ്മൾ പറഞ്ഞ കണ്ടീഷനിലല്ല. കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്? 0 അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതം വരണം. അടുത്തത് നോക്കാം, 1 0 1 3 3. ഓക്കെ, അപ്പോൾ അവിടെയും ഒന്നിടവിട്ട അക്കങ്ങൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഒരു സെറ്റ് മാർക്ക് ചെയ്താൽ രണ്ടാമത്തത് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് മാർക്ക് ചെയ്യാത്ത എടുത്താൽ മതിയല്ലോ. അപ്പോൾ 1 1 3 തുക എത്രയാണ്? 5 അല്ലേ? ഇനി അടുത്തത് 0 3. 0 3 എന്ന് പറയുമ്പോൾ തുക 3 തന്നെ. അപ്പോൾ 5 മൈനസ് 3 2. അവിടെയും നമ്മുടെ കണ്ടീഷൻ ശരിയായിട്ടില്ല. അടുത്തത് നോക്കാം, 4 0 4. ബാക്കിയുള്ളത് 1 7. 4 0 4 തുക എടുത്താൽ നമുക്ക് 8 കിട്ടുന്നു. ഇനി 1 7 തുക എത്രയാണ്? അതും 8 തന്നെ. അപ്പോൾ 8 മൈനസ് 8 0. അവിടെയാണ് നമുക്ക് 11ൻ്റെ ഗുണിതമായ ഒരു സംഖ്യ കിട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം വ്യക്തമായി ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലായി. അടുത്ത ഓപ്ഷനും കൂടെ നോക്കുന്നു, 3 3 6 3 2. അപ്പോൾ അതിൽ ഒന്നിടവിട്ട അക്കങ്ങൾ മാർക്ക് ചെയ്താൽ 3 6 2. കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 11 കിട്ടുന്നത്. അടുത്ത രണ്ടെണ്ണം നോക്കിയാൽ 3 3 കൂട്ടിയാൽ കിട്ടുന്നത് 6. അപ്പോൾ 11 മൈനസ് 6 5 ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 11ൻ്റെ ഗുണിതമല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ സെറ്റിൽ ഓപ്ഷൻ സി ആണ് 11ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത് ഡിവിസിബിലിറ്റി റൂൾ അല്ലെങ്കിൽ നിശേഷ ഹരണത്തിൻ്റെ റൂൾസുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും ഒരേ രീതിയിലുള്ള ഏകദേശം സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ഒരു സംഖ്യയുടെ നിശേഷ ഹരണത്തെ ആസ്പദമാക്കി നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി ചില ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ കാണാറുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കംപ്ലീറ്റ് ചെയ്യാം.